നമസ്കാരം ആമി. നമസ്കാരം ഡോക്ടർ. പറയൂ. എൻ്റെ പേര് അമിന. എൻ്റെ വീട് കൊല്ലത്താണ്. ഞാന് ഇവിടെ തൃശ്ശൂരാണ് പഠിക്കുന്നത്. തൃശ്ശൂർ പെരുമിലാവ് അൻസ വുമൻസ് കോളേജിൽ. ഗുഡ്. സോ വീട്ടിലാണോ പിന്നെ ഹോസ്റ്റലിലാണോ? വീട്ടില് ഹോസ്റ്റൽ. ഓക്കെ. ഞാനിപ്പോ ഇംഗ്ലീഷ് ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ഗുഡ്. ഇപ്പൊ ഏതൊക്കെ പേപ്പറാ പഠിക്കണം? ഇപ്പൊ ഞങ്ങളുടെ 4th സെം എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. 5th സെം സ്റ്റാർട്ട് ആക്കിയിട്ടില്ല. അതിൽ എന്തൊക്കെ പേപ്പർ ഉണ്ട്? പഠിച്ചത് 5th സെമ്മിൽ എന്തൊക്കെ പേപ്പർ ഉണ്ട് പഠിക്കാൻ? 5th സെമ്മിൽ പഠിക്കാനുള്ളത് ഡ്രാമ, പിന്നെ ലിറ്റററി തിയറി, ഇന്ത്യൻ റൈറ്റിംഗ്, പിന്നെ ലിംഗ്വിസ്റ്റിക്സ്, പിന്നെ ഒരു ഓപ്പൺ കോഴ്സ്. ഗുഡ്. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൽ ഇതുവരെ പഠിച്ചതിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ? ഓക്കെ. ഇങ്ങനെ ഇന്ത്യൻ റൈറ്റിംഗ്സ് ഓൺ കേരള അങ്ങനത്തെ ബുക്കുകളൊക്കെയാണ്. ആരാ ഇന്ത്യൻ റൈറ്റേഴ്സിൽ ഏറ്റവും നല്ല റൈറ്റർ, ഇംഗ്ലീഷ് റൈറ്റർ? ഇംഗ്ലീഷ് റൈറ്റേഴ്സിൽ ഇന്ത്യൻ റൈറ്റേഴ്സ് ആരൊക്കെയാണ് നല്ല ആൾക്കാർ? ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് നോക്കിയിട്ട് പോലും ഇല്ല. പഠിക്കുക ജസ്റ്റ്. അല്ല മോളു, നമ്മളൊരു വാക്ക് പറയുമ്പോൾ അതിനകത്ത് നിന്ന് കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇന്ത്യൻ റൈറ്റേഴ്സ് ആണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത ചോദ്യം എന്താ ചോദിക്കണ്ടേ? ഇന്ത്യൻ റൈറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റേഴ്സ് ഉണ്ടാവണല്ലോ, അപ്പോഴല്ലേ റൈറ്റിംഗ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇമ്മീഡിയറ്റ്ലി ഞാൻ ചോദിക്കേണ്ട ചോദ്യമല്ലേ, ഹു ആർ ദ ഇന്ത്യൻ റൈറ്റേഴ്സ്, ഹു ഈസ് മോസ്റ്റ് ഫേവറേറ്റ് വൺ? ഒന്നുമില്ലെങ്കിൽ കേരളത്തിലായതുകൊണ്ട് കമലാദാസ് എന്നെങ്കിലും പറഞ്ഞൂടെ? You never read, right? I have a beautiful library. I live in books. Okay. ഡോക്ടർ TPS ന്റെ പോയട്രി വായിച്ചിട്ടുണ്ടോ? ഇല്ല. ആദ്യത്തെ ഒരു പോയം, വൺ ഓഫ് ദ ബുക്സ്, ലൈഫ് ഓഫ് ലവ് എന്ന് പറയുന്ന പോയട്രി. Millions of sperm from the father get into the mother's egg and only one sperm take birth, and that's me. To take birth, I fought with the millions of unborn brothers and sisters. So life is great. Anolya? Yes. Every day people feel that, so I'm a motivational speaker, right? Ellarum feel dull, I'm not good, I'm not good looking, my face is not good. Not you. Okay. ഇതൊക്കെ കണ്ണാടിയുടെ മുമ്പിൽ പറയുന്നവരാണ്. അപ്പോൾ I keep telling, you are the only one sperm took birth, fighting with the millions of unborn brothers and sisters. Lift your hands up. Pat back and say, well done, well done. Yeah, well done. For taking birth, right? Yes, sir. It's a the another one book which you are seeing there, Rhythm of Life. 100 poems. നമ്മൾ വായിക്കണം കുറെ, അപ്പോഴേ എഴുതാൻ പറ്റുള്ളൂ. You have to write. Being English literature, you should have. See, ഞാൻ ആ ബുക്കിൽ ഒന്നുള്ളത് മൈ ലേറ്റ് വിസിറ്റ്. എവിടെ? നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുറേ പോയട്രി പഠിക്കും, ബ്രിട്ടീഷ് റൈറ്റേഴ്സിൻ്റെ ഒക്കെ. ദെൻ ഐ വാണ്ടഡ് ടു വിസിറ്റ് ദർ ഹൗസസ്. ഞാൻ ബ്രിട്ടനിൽ പോയ സമയത്ത് ആദ്യം ഈ റൈറ്റേഴ്സിന്റെ ഒക്കെ വീട് എവിടെയാന്ന് തപ്പ്. ഓക്കെ. അപ്പൊ എന്റെ ആദ്യത്തെ പോയട്രി, Rhythm of Life. Are you able to read? Yes, doctor. Read. Rhythm of Life, table of contents, preface. Is it mean a Victorian celebration? Yeah. Late visit. Victorian celebration, late visit. നമ്മൾ വിക്ടോറിയൻ പോയട്രി ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ
I want to go and see where they are living. ഇപ്പോൾ സ്കോട്ട്ലാൻഡ് പോവാ. നമ്മുടെ ഡ്രാമ എഴുതിയിട്ടുള്ള വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ആ കാലത്തുള്ളവരാണ്. അവരുടെ വീടിന്റെ വറാന്തയിൽ പോയിരിക്കുക. ദാറ്റ്സ് ഹൗ ഐ ലവ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചത്. I translated Macbeth when I was first year graduate student. Macbeth ആണ് പഠിക്കാനുള്ളത്, ഷേക്സ്പിയർ. So what I did was, to learn English, I translated the whole book into Malayalam. ഇപ്പോൾ ക്ലാസ്സിൽ മാഷന്മാർ പഠിപ്പിക്കും ഇങ്ങനെ നോക്കി നിൽക്കും ഞാൻ, ബിക്കോസ് ഐ നോ ബൈ ഹാർട്ട് ആണ് എനിക്ക്. ഇഫ് ഐ ക്യാൻ ട്രാമൽ അപ്പ് ദ കോൺസിക്വൻസസ്, ദ സക്സസ് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗുകളൊക്കെ ബൈ ഹാർട്ടാണ് ഡ്രാമയിൽ. യു മസ്റ്റ് ലവ് വാട്ട് യു ലേൺ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയുള്ള മാഷന്മാരൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇല്ല. See, ഞാൻ പോയട്രി പഠിപ്പിക്കുമ്പോൾ വേർഡ്സ്വർത്ത്, ഐ വാസ് ടീച്ചിങ് വേർഡ്സ്വർത്ത് സോളിറ്ററി റിപ്പർ. I don't take the book. I sing it in the class. I make it a drama. Behold her single in the field, yon solitary Highland lass, singing and reaping by herself. You come here, you start reaping. I am the poet. You don't move, because don't disturb. The reaper is silent, solitary, alone, singing and reaping by herself. So no trespassers here. Stop there. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എടുക്കുക. എങ്ങനെ ഉണ്ടാവും? അപ്പൊ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. You visualize. Yes, sir. See what the poet was visualizing, while writing the poem. If you could visualize in the class, then you don't have to read it second time. Good. ഡോക്ടർ, എന്റെ ഡൗട്ട് എന്താന്ന് വെച്ചാല്, ഇപ്പോ എനിക്ക് BEd എടുക്കണമെന്നുണ്ട്. അപ്പൊ BEd ആണോ PG ആണോ ബെറ്റർ? രണ്ടും നല്ലതാണ്. So you should have a PG and you should also BEd. ഏതാണ് പാരലലി ചെയ്യാൻ പറ്റിയ, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ടത് ഏതാണ്? BEd ആണ്. അപ്പോൾ PG you can do distant and do a BEd in the classroom. കാരണം തിരിച്ച് പോസിബിൾ അല്ലാത്തതുകൊണ്ട് BEd distant is not possible, right? അപ്പോൾ with a PG, with a BEd, you can become teachers in the secondary level, higher secondary schools. ബട്ട് ഡിസ്റ്റന്റ് ചെയ്താലും ഓപ്പൺ ചെയ്താലും ക്ലാസ്സിൽ ചെയ്താലും എൻജോയ് ഇല്ല ലേണിംഗ്. ഞാൻ കുറേ BEd കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എങ്ങനെ ലാംഗ്വേജ് പഠിപ്പിക്കണം, എങ്ങനെ സയൻസ് പഠിപ്പിക്കണം, ഹൗ ടു അറേഞ്ച് എ ക്ലാസ് റൂം, ഹൗ ടെക്നോളജി ക്യാൻ ബി യൂസ്ഡ് ഇൻ ക്ലാസ് റൂംസ്. എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, അഡാപ്റ്റീവ് ലേണിംഗ്, പെഡഗോഗീസ് ആൻഡ് പ്രാക്ടീസസ് ഫോർ വെബ് നെറ്റ് ലേണിംഗ്. 17 കൊല്ലം മുമ്പ് എഴുതിയത്. ഹൗ യുവർ ക്ലാസ് റൂം ക്യാൻ ബി ഇന്റർനെറ്റ് ബേസ്ഡ് ക്ലാസ് റൂം. 17 കൊല്ലം മുമ്പ് ആരെങ്കിലും കരുതിയിട്ടുണ്ടോ ഇന്റർനെറ്റ് ബേസ്ഡ്? ദാറ്റ് ടൈം ഐ റോട്ട് എ ബുക്ക്. ബുക്കിന്റെ പേരാണ് അഡാപ്റ്റീവ് ലേണിംഗ്. ഞാനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അന്നത്തെ ഡീൻ ഓഫ് എഡ്യൂക്കേഷനും കൂടെ എഴുതിയതാണ്, നസീമ. ഡോക്ടർ നസീമയും ഞാനും കൂടെ എഴുതിയ ബുക്ക്. അപ്പോൾ BEd ചെയ്യാണ്. ഇഫ് യു ഹാവ് ഇൻട്രസ്റ്റ്, ഡു BEd. അലോങ് വിത്ത് ദാറ്റ് ഡു എ മാസ്റ്റർ, സോ ദാറ്റ് ബോത്ത് യു വിൽ പാസ് ഇൻ സെയിം ടൈം. ഓക്കെ ഡോക്ടർ, അതാണ് ഒരു ഡൗട്ട്. ലൈക്ക് സെയിം ഇയറിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുമോ ഡിസ്റ്റന്റ് ആയിട്ട്? See, the world is so different. +2 പഠിക്കുമ്പോൾ 3 സർട്ടിഫിക്കറ്റ് പാരലലി പഠിക്കാം. You can have a state +2, you can have a CBSE +2, you can have an international +2. പഴയ കാലൊക്കെ പോയി. നീ ഏത് കാലത്താണ് ജീവിക്കണേ? See, I have all my books, most of my books on education, I talk about third decade of 21st century. We are not in 21st century. 21st century എന്ന് പറഞ്ഞാൽ സെഞ്ചുറി ഈസ് 100 years. 100 yearsലെ കാര്യമാണോ നമ്മളിപ്പോൾ പറയേണ്ടത്? വേൾഡ് ഈസ് മൂവിങ് വെരി ഫാസ്റ്റ്. 100 years ഈസ് എ ടു ലോങ് ടൈം. നമ്മളിപ്പോൾ സംസാരിക്കേണ്ടത് 10 yearsൽ എന്ത് സംഭവിക്കുന്നതാണ്. അതിൽ തേർഡ് ഡെക്കേഡ് എന്ന് പറയുന്നത് 2020 to 2030 ആണ്. വി ആർ ഇൻ ദ മിഡിൽ. ഇനി 5 years ഉള്ളൂ ഈ ഡെക്കേഡ് തീരാൻ.
So we should talk about third decade of 21st century. അപ്പം എൻ്റെ എല്ലാ ബുക്കും എഡ്യൂക്കേഷനിലും എൻ്റെ ഐഡിയാസും ഭഗവത്ഗീതനെ കുറിച്ച് ഞാൻ എഴുതിയതിലും ഭഗവത്ഗീത ബുക്കാണ്. അതിലും ഞാൻ പറയുന്നത് 3-2-1 വേൾഡ് എന്ന്. So we are not in the 21st century world. I am talking to Ami, the third decade of 21st century, 3-2-1 world. അതുകൊണ്ടാണ് we are connected like this. So it's quite possible. You can do anything. Yes, doctor, but ഈ ഒരു ഇയർ സെയിം കാണിക്കുമ്പോൾ Nobody is going to ask you. They will give you double credit. ഓക്കെ, ഒരു ഇത്താണ് എന്നോട് അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ടാണ്. ആ ഇത്യ എന്താ വൈസ് ചാൻസലറാണ്? അല്ല, അക്ഷയ. ബോധവും ബുദ്ധിയും ഇല്ലാത്ത കുറെ മലയാളികളുണ്ട്. ഡോണ്ട് സ്റ്റാൻഡ് ഓൺ ദ ബസ് സ്റ്റാൻഡ് ആൻഡ് ആസ്ക് ദം വാട്ട് ടു ഡു. Okay. Okay. Why open university? Why international programs on parallel programs? I represent ഇറ്റലി റോമിൽ നടത്തുന്ന ഒരു സ്കൂളിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. I can give you a graduation from Italy parallelly when you pass your BA English. Okay. Okay. അതുപോലെ ലോകം മാറി. 3-year program in the best university in the world, master's program, which may charge 3 crores. You can do it in 1.5 years. 1,000 examination you have to write. You say, I want to write exam, give me exam, I am ready. They will give you that. That's called a flexible education system. India government already recognized University Grants Commission. അതുകൊണ്ട് ബിടെക്കിന് ചേരുന്ന കുട്ടികൾ IIT മദ്രാസിൽ BSc കമ്പ്യൂട്ടർ സയൻസിന് ചേരും പാരലി. ഇഫ് IIT recognizes, നിന്റെ എത്തിയോട് പോയിട്ട് പഠിക്കാൻ പറ ആദ്യം. പിന്നെ ഡോക്ടർ, നമ്മളിപ്പോ നെറ്റ് എന്താ സെൽഫ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്? നെറ്റ് ഈസ് ആഫ്റ്റർ PG. അല്ല, നെറ്റ് ഉണ്ടെങ്കിൽ കേറ്റിട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കേറ്റിന്റെ ആവശ്യമില്ല. That's what I'm saying. National eligibility test is one of the toughest exam for teachers who are from humanities. Okay. കാരണം അതിനകത്ത് ബേസിക് മാത്തമാറ്റിക്സ് ഉണ്ട്, അനലിറ്റിക്കൽ സ്കിൽ. എനിക്ക് തോന്നുന്നു 2005 I was teaching in St. Teresa's College. അന്ന് ആകെ 3 ആളാങ്ങാണ്ട കേരളത്തിൽ പാസ് ആവാറുള്ളത്. ആൻഡ് മൈ ബാച്ച് എവരിബഡി പാസ്ഡ്. ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി ഇന്ന് മുതൽ. അതുകൊണ്ട് PG കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് PG കഴിഞ്ഞിട്ട് നോക്കിയാൽ പോരാ. ഓക്കെ, ടേക്ക് ദ ബുക്ക്. UGC നെറ്റ് എക്സാമിനേഷൻ, ബാങ്ക് ടെസ്റ്റ്, ഇതിനൊക്കെയുള്ള ഒരേ കോച്ചിങ് ആണ്, ഒരേ പേപ്പർ 1. സിവിൽ സർവീസിനും സെയിം പേപ്പറാണ്. ഓക്കെ, സോ പ്രിപ്പയർ ഓൾ എക്സാമിനേഷൻസ്. നീ എൻ്റെ കുട്ടിയല്ലേ, സ്റ്റഡി, ദാറ്റ്സ് ഇറ്റ്. ഞാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ്, ഞാൻ ഓരോ വീഡിയോസിന്റെ അങ്ങനെ കണ്ട് പഠിക്കുന്നുണ്ട്. ടേക്ക് ദ നോട്ട് ഗൈഡ്. ഇവിടെ എല്ലാം ഉണ്ട്. ഓൾമോസ്റ്റ് ഓൾ കോമ്പറ്റിറ്റീവ് എക്സാംസ്, ഗേറ്റ്, GRE, നെറ്റ്, LLB എൻട്രൻസ് എക്സാമിനേഷൻ, IAS, everything is here. Everything is almost common. Okay, so prepare every day. 7th, 8th, 9th, 10th, 11th, 12th എല്ലാ ടെക്സ്റ്റ് ബുക്കും NCERT, ദാറ്റ് ഈസ് ദ സിലബസ്. എല്ലാ ടെക്സ്റ്റ് ബുക്കും ഉണ്ട് ഇവിടെ. 12ാം ക്ലാസ്സിലെ മാത്സ് ബുക്ക് ഉണ്ട് ഇവിടെ. ഞാൻ പഠിച്ച ബുക്ക് ഉണ്ട്. 1981 what I studied, the book is here. കാരണം മാത്സ് ഈസ് സെയിം, ഇറ്റ്സ് നെവർ ചേഞ്ച്ഡ്. അപ്പൊ നല്ലപോലെ മാത്തമാറ്റിക്സ്, ബേസിക് മാത്തമാറ്റിക്സ്, ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഡാറ്റ അനാലിസിസ്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ. നിങ്ങൾക്ക് BA, PhD, MA ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. കോംപ്രഹെൻഷൻ ഈസ് ഡിഫറെന്റ്. റൈറ്റ് IELTS എക്സാം. അതുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് കണ്ടിട്ട് കമന്റ് ചെയ്യണം, യു ഡിഡ് നോട്ട് സ്റ്റോർ മൈ നമ്പർ. ഹൗ ഡു ഐ നോ യു ഡിഡ് നോട്ട് സ്റ്റോർ മൈ നമ്പർ? അതല്ല, എനിക്ക് പ്രൊഫൈൽ കാണുമ്പോ അറിയാലോ.
No, but if you don't store the number, you don't get my message because I don't message it direct. I message it through broadcast. എൻ്റെ നമ്പർ സേവ് ചെയ്യാത്ത ഒരാളും എൻ്റെ കുട്ടിയല്ല. I don't entertain them to any of my programs. അപ്പോൾ എന്നെ സ്റ്റോർ ചെയ്ത ആൾ മാത്രമേ എൻ്റെ പ്രോഗ്രാമിലേക്ക് ജിമീറ്റ് ലിങ്ക് ഒക്കെ കിട്ടുള്ളൂ. Got it? I am not a guest for you. Yes, yes. അതാണ് ബേസിക് റിക്വയർമെന്റ്. അപ്പൊ വേർ ഈസ് ദ ലിങ്ക് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉടനെ അറിയാം യു ഡിഡ് നോട്ട് സ്റ്റോർ. പിന്നെ ആ ടിക്ക് പോകുമ്പോൾ എനിക്കറിയാം യു ആർ നോട്ട് റിസീവിങ്, യു ആർ നോട്ട് റെസ്പോണ്ടിങ്. I have got 200 people whom I send an invitation. So I can't send individually, I can only broadcast it. So broadcast will come to you only when save my number. Okay. So make it a point. There are a lot of things to learn. These are all part of communication. The time you send me a message, you get a reply. Why? Because it's all programmed. That's why I'm able to answer just like that. ഇപ്പൊ 3 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ജിമേറ്റിന്. Understood? Somebody is late by 2 minutes, out. Next is in. Punctual ആണ്. Punctual, I'm attending. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഐ വിൽ ജസ്റ്റ് കീപ് ഇറ്റ് ഇൻ എയർക്രാഫ്റ്റ് മോഡ് ആൻഡ് ദെൻ കീപ് ഇറ്റ് അവേ. വെരി വെരി punctual, systematic, good communication, response, read. മനസ്സിലായോ? നല്ലപോലെ വായിക്കണം. നല്ലപോലെ വായിക്കണം. ആക്ച്വലി ഞാൻ ഹോസ്റ്റലിലാണ്. അപ്പോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയല്ല, മോളു, ഫെസിലിറ്റീസ് ഒരുപാടുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡയറക്ടർ ആവുമ്പോൾ ഒരു സ്റ്റുഡന്റ് ലിറ്ററേച്ചർ പഠിക്കുന്നുണ്ടായിരുന്നു, മാസ്റ്റേഴ്സ് MA. ബ്ലൈൻഡ് ആണ്. ഹി കെയിം ടു മീറ്റ് മീ. അപ്പം ഞാൻ ആദ്യം അവനോട് ചോദിച്ചാൽ എന്താ അറിയോ? ഇപ്പം മോളോട് ചോദിച്ച സെയിം ചോദ്യം ചോദിച്ചത്, താൻ എത്ര ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കണ്ടേ ആയിട്ടുള്ളൂ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സിന് എത്തിയിട്ട്. അപ്പം അവൻ പറഞ്ഞ 54 ബുക്കേ ഞാൻ വായിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഇതുവരെ. സോ യു നോ ഹൗ ഐ ആസ്ക്ഡ് ഹൗ ഡു യു റീഡ്? കാരണം എല്ലാം ബ്രെയിലിൽ അവൈലബിൾ അല്ല ലൈബ്രറിയിൽ. അപ്പം പറഞ്ഞു ഐ വിൽ ഗോ ടു ലൈബ്രറി, ടേക്ക് എ ബുക്ക്, ഹോസ്റ്റൽ വറാന്തയിൽ ഇരിക്കും, എന്നിട്ട് ആരെങ്കിലും പോകുമ്പോൾ ചേട്ടാ ഈ പേജ് ഒന്ന് വായിച്ചു തരുമെന്ന് പറയും. ഐ ഫീൽ ഈവൻ നൗ tears in my eyes when I say this. I hugged him, I kissed him, I told him I am there with you throughout your life. You can imagine somebody is not having an eye reading that many number of books with all these eyes. You are not able to read and you are not reading is a big crime. ഈ നമ്മൾ പറയുന്ന ഈ ഗ്രേറ്റ് ഡിഫിക്കൽട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നത്തിങ്. വൺ ഓഫ് മൈ, എൻ്റെ മകൻ്റെ ഒരു ബാച്ച്മേറ്റ് ഉണ്ട്, ടോണി. ഈസ് ഫ്രം ആലുവ. അവൻ ടോട്ടലി ബ്ലൈൻഡ് ആണ്. ഈ വെന്റ് എബ്രോഡ് ഫോർ പോസ്റ്റ് ഡോക്ടറേറ്റ്, PhD കഴിഞ്ഞിട്ട്. ക്രൈസ്റ്റിലാണ് പഠിച്ചത്. അവന് സമയം നോക്കണമെങ്കിൽ ഗ്ലാസ് തുറന്നിട്ട് ടച്ച് ചെയ്ത് നോക്കണം. Can you imagine somebody? And he has topped the entrance exam for masters in the Jawaharlal Nehru University. റിസർവേഷനിലല്ല, മെറിറ്റിൽ. യു അണ്ടർസ്റ്റുഡ്? സോ ഈ എക്സ്ക്യൂസുകളൊന്നും ബാധകാക്കരുത്. നല്ലോണം വായിക്കണം, നല്ലോണം പഠിക്കണം. വിത്ത് ഓൾ ദ ഫെസിലിറ്റീസ് വിച്ച് വി ഹാവ്, വി തിങ്ക് വി ആർ ഹാൻഡിക്യാപ്ഡ്. നത്തിങ്. നമ്മൾ ഒരു മാർക്കറ്റിൽ, ഞാനും ആമീൻ മാർക്കറ്റിൽ പോവാന്ന് വിചാരിക്കും. ലോട്ട് ഓഫ് സൗണ്ട് അറൗണ്ട്, റൈറ്റ്? ഞാൻ പറയുന്നതൊക്കെ ആമിക്കും, ആമി പറയുന്നതൊക്കെ എനിക്കും കേൾക്കാലോ. കേൾക്കാൻ പറ്റുമല്ലോ? എല്ലാവരോടും കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ സംസാരിക്കുക? 1 മിനിറ്റ് നമ്മൾ കണ്ണടച്ച് ചെവി നമ്മൾ സംസാരിക്കാതെ ബാക്കി സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് സോ ഹൊറിബിൾ. സോ ഇഫ് വി ഹാവ് കോൺസെൻട്രേഷൻ, വി ഹാവ് അറ്റൻഷൻ, എനി ഡിസ്റ്റർബൻസ് ഈസ് നോട്ട് എ ഡിസ്റ്റർബൻസ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. സ്വാമി വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് മെഡിറ്റേറ്റ് ഓൺ ക്രോസ് റോഡ്സ്. That doesn't mean crossroad. When you are not able to focus on one, you are on a crossroad of life.
അത് പാടില്ല. ഐ ആം ടോക്കിംഗ് ടു യു വിത്ത് ഫുൾ അറ്റൻഷൻ. ആണോ അല്ലയോ? Yes, doctor. ആൻഡ് ഇറ്റ് കംസ് ഫ്രം ദ ഹാർട്ട്, നോട്ട് ഫ്രം ദ ബ്രെയിൻ. ബുദ്ധി അല്ല വേണ്ടത്. ഒരു എഴുത്തുകാരൻ ബുദ്ധി ഉപയോഗിച്ചിട്ടാണോ എഴുതുക? ഇപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ കവിത എഴുതിയാൽ പറയും അയാൾ ChatGPT കവിത എഴുതിയാണ്. ഐ റോട്ട് ഓൾ ദീസ് ബുക്സ് മച്ച് ബിഫോർ. കേരളത്തിലെ ഒരു പ്രധാന മലയാളി കവിയുണ്ട്, ഞാൻ ബഹുമാനിക്കുന്ന വിഷ്ണു നാരായണൻ നമ്പൂതിരി. മരിച്ചു. അദ്ദേഹം ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. ആഫ്റ്റർ റിട്ടയർമെന്റ് ഹി ബിക്കം എ പൂജാരി ഇൻ എ ടെമ്പിൾ, ബിക്കോസ് ബേസിക്കലി ഹി ഈസ് ഫ്രം ദറ്റ് ഫാമിലി. അയാളുടെ കൊച്ചു മകള്, ആമയുടെ പ്രായമില്ല, ആമയെക്കാളും 2 years യങ്ങർ, ആ ഏജില് +2 കഴിഞ്ഞതിന് ശേഷം വാസ് മൈ സ്റ്റുഡൻറ് ഇൻ എ ക്യാമ്പ്. വി വർ സ്റ്റേയിങ് ടുഗദർ 10 days. അപ്പൊ ഞാൻ അന്ന് കവിതകളെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് അവളുടെ മുത്തശ്ശൻ കവിയാണല്ലോ. സോ ഷീ ജസ്റ്റ് മെയ്ഡ് ഫൺ ഓഫ് മീ സേയിങ് ദറ്റ് ഐ വിൽ ഗിവ് യു എ ടോപ്പിക്, ക്യാൻ യു റൈറ്റ് എ പോയട്രി. അത് ഇതിനകത്തുണ്ട്. ആൻഡ് ദാറ്റ്സ് കോൾഡ് ട്യൂബ്ലൈറ്റ് എന്നാണ്. തന്ന ടോപ്പിക് ട്യൂബ്ലൈറ്റ് എന്നാണ്. ഷീ തോട്ട് മേക്കിംഗ് ഫൺ ഓഫ് മീ, ക്യാൻ യു റൈറ്റ് എ പോയം? I said yes, tomorrow morning you will get a poem. അപ്പൊ അന്ന് ഞാൻ എഴുതിയത് ദ ട്യൂബ്ലൈറ്റ് ഇസ്, ഇപ്പൊ ട്യൂബ്ലൈറ്റ് ഉണ്ടല്ലോ അവിടെ, ദാറ്റ്സ് നോട്ട് കൺട്രോൾഡ് ബൈ മീ. Electricity department can switch it off, everything goes right. Yes. Somebody else can switch it off. ഞങ്ങളുടെ കാലത്തൊക്കെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കെറോസിൻ ലാമ്പ് പോലെയായിരുന്നു. ഇന്ന് റിലേഷൻഷിപ്പ് ഈസ് ലൈക്ക് എ ട്യൂബ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കവിത മാറ്റി. സോ ഐ റോട്ട് അബൌട്ട്, അന്ന് ട്യൂബ്ലൈറ്റിനെ കുറിച്ചല്ല എഴുതിയത്, ആണ് ട്യൂബ്ലൈറ്റ് ആണ്. റിലേഷൻഷിപ്പ് ഈസ് ലൈക്ക് എ ട്യൂബ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഐ റോട്ട് അബൌട്ട് ദ പോയട്രി. ടൈറ്റിൽ ഈസ് കോൾഡ് കെറോസിൻ ലാമ്പ്. അപ്പൊ നമ്മൾ ഏത് ടോപ്പിക്കും ഹൗ ക്രിയേറ്റീവ്ലി യു ചേഞ്ച് ഇറ്റ്. ലൈഫും അതുപോലെയാണ്. ലൈഫ് ക്യാൻ ബി സോ ഹൊറിബിൾ, ബട്ട് എവറിഥിങ് ക്യാൻ ബി എ ഓപ്പർച്യൂണിറ്റി. കൺവേർട്ട് എവറി ട്രബിൾ ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ്. ഡോക്ടർ, അത് തന്നെ ഫെസിലിറ്റീസ് ഒന്നും എനിക്കൊരു പ്രോബ്ലം ഇവിടെ ഇല്ല, എല്ലാം അവൈലബിൾ ആണ്. ബട്ട് എമൗണ്ട് ഫ്രം ദ സ്റ്റുഡൻസ്, അവരാണ് ആരുമില്ല ഒരു സപ്പോർട്ടിനാണെങ്കിലും. എനിക്കറിയാം, ഞാൻ എന്റെ കുട്ടി, എന്റെ മിക്കവാറും വീഡിയോസിൽ നോക്കി എന്റെ കുട്ടി കാണാം. അത് കേട്ടു. മുമ്പേ പറഞ്ഞു ഇതുപോലെ ഡോക്ടർ എല്ലായിടത്തും പറയുന്നത് ഹോസ്റ്റലിൽ പോകണം. ഞാൻ കോഴിക്കോട് ദേവഗിരി കോളേജിൽ ഹോസ്റ്റലിൽ താമസിച്ച ആളാണ്. ഞാൻ അന്ന് എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് നല്ല അത്ലറ്റ്സ് ആണ്. സോ ഐ ടെൽ ദം ഐ ആം ഓൾസോ an athlete, I love to. ഇന്നൊന്നും ഞാൻ നടക്കുകയില്ല. ഐ എം നോട്ട് ഡൂയിങ് എനി ഫിസിക്കൽ എക്സസൈസ് ഫോർ ലാസ്റ്റ് 30-40 years, ബട്ട് ഐ എം ഫിറ്റ്. ഏത് പണിയും ചെയ്യാൻ ഞാൻ ഫിറ്റ് ആണ്. ഓക്കെ, അന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു ഓട്ടം, ബാക്ക്വേർഡ് റണ്ണിങ്, ഫോർവേഡ് റണ്ണിങ്. അത്ലറ്റ്സിന്റെ കൂടെ ഓടി ഞാൻ അത്ലറ്റിക്സ് പഠിച്ചു വന്നു. അത് നമ്മളെ രാവിലെ ഫിറ്റ് ആക്കാനും ഒക്കെ അത് ഉപകരിച്ചിട്ടുണ്ട്. അപ്പൊ ഹോസ്റ്റല് ഐ യൂസ്ഡ് ഇറ്റ് ഫോർ എ പർപ്പസ് വേർ ഐ ക്യാൻ ഗെറ്റ് സം ബെനിഫിറ്റ് ഫ്രം സംബഡി എൽസ്. മനസ്സിലായോ? അപ്പൊ എല്ലാം നമുക്ക് പറ്റണം. ഐ എൻജോയ്ഡ് ഓൺലി ഫോർ ഫ്യൂ മന്ത്സ്. ദെൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി, അവിടെയും കുറെ ജൂനിയേഴ്സ് ബിടെക് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഐ യൂസ് ടു ടീച്ച് ദം. ഇപ്പൊ ഹോസ്റ്റൽ ഐ യൂസ്ഡ് ഫോർ ടീച്ചിങ് ദം. അങ്ങനെ അന്നാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അല്ല, നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കം. ആ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി CB മലയിലും അവരൊക്കെയാണ്, അല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ ഫഹദ് ഫാസില് ഹി കെയിം ടു സീ ദ ഹോസ്റ്റൽ ഫോർ ഷൂട്ടിംഗ്. ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒക്കെ ആയിരുന്നു അതിന്റെ ഷൂട്ടിംഗ്. വി ഹാഡ് ലോങ് ഡയലോഗ്. സി, ഓരോ ഓപ്പർച്യൂണിറ്റിയും ഐ യൂസ് ഇറ്റ് അറ്റ് ദ എക്സ്റ്റെന്റ് ഓഫ് യൂസിങ് ഇറ്റ് മാക്സിമം. ഞാൻ ഒരു ദിവസം ഹോസ്റ്റലിലെ സെക്രട്ടറി ആയിരുന്നു. ഞാൻ കുക്കിനെ വഴക്ക് പറഞ്ഞ സമയത്ത് കുക്ക് ഇട്ടേച്ച് പോയി. Imagine 200 people have to have breakfast. I am the reason for the cook is not available. I said, don't worry, all of you will get. I made dosha for all of them in the hostel. മനസ്സിലായോ? ഇതൊക്കെ ഒരു രസമാണ്. പക്ഷെ people don't get to know that interest of discussions. നല്ലോണം പഠിക്കാൻ പറ്റും, നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഐ യൂസ് ടു ഗോ ടു ദ ടീച്ചേഴ്സ് ഒക്കെ താമസിക്കുന്ന ഹോസ്റ്റലിൽ പോവായിരുന്നു. റിസർച്ച് സ്കോളേഴ്സ് താമസിക്കുന്ന ഹോസ്റ്റലിൽ പോകും. ബിക്കോസ് വി വർ ഇൻ എ യൂണിവേഴ്സിറ്റി, ഓൾ ദീസ് പീപ്പിൾ വർ ദർ.
അവരുടെ അടുത്തൊക്കെ പോയി ഡിസ്കസ് ചെയ്യും. സോ ഐ യൂസ്ഡ് ദിസ് ആസ് ഫോർ എ ബെറ്റർ ഫെസിലിറ്റി. പിന്നെ എല്ലാ ഗെയിംസും കളിച്ചൊരു കാലമാണ്, ഷട്ടിലും ബാഡ്മിൻ്റനും. അതർവൈസ് ഐ വുഡ് ഹാവ് നെവർ. വീട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ ഈ ഫെസിലിറ്റി ഒന്നും ഉണ്ടാകാത്തൊരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. ബട്ട് ഐ യൂസ്ഡ് ഓൾ ഓഫ് ദം. സോ you can use, but you can also get, most of them the company is not very good, I know, but you can create your own world. You are late by 2 years anyway. Don't worry, B.Ed is going to be much worse, I'll tell you. അയ്യോ മോളെ B.Ed ഒക്കെ വരുന്നവരൊക്കെ വർത്ത്ലെസ് യൂസ്ലെസ് ഫെലോസ് ആയിരിക്കും. B.Edലെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് പോലും അവരുടെ അടുത്ത് എത്തില്ല. ഐ ഹാവ് ഗോൺ ടു hundreds of B.Ed colleges. But again I am saying, don't worry. You can always find your own group. You can make your own group. You can make it better. You can do it in a good college. നല്ല കോളേജ് ഒന്നും പറയാൻ എനിക്ക് അറിയില്ല ഏതാണ്. തിരുവനന്തപുരം, നോട്ട് ട്രിവാൻഡ്രം. തിരുവനന്തപുരത്തും ഉണ്ട്, എല്ലായിടത്തും ഒരേപോലെ തന്നെ. But I suggest always, if you can go from home, that is the best എന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ you save lot of days, not time. കാരണം 200 വർക്കിംഗ് ഡേയ്സ് അല്ലേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാം. നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവരൊന്നും അല്ല ഈ ടീച്ചേഴ്സിന് B.Edനൊന്നും പോകുന്നവര്. BA പാസ്സായി വേറൊന്നും ചെയ്യാനില്ല, മാരേജ് കഴിയുന്നത് വരെ they want a time pass. See, number of teachers who are in Kerala and number of people who passed B.Ed, കുറേ പേര് പാസ്സായിട്ടുണ്ട്, ആരും ഒന്നിനും പോകാറില്ല. കാരണം they don't have passion for teaching. See, B.Ed കഴിഞ്ഞിട്ട് ടീച്ചറുടെ പണിക്ക് പോകുന്നില്ലെങ്കിൽ വീട്ടിലെങ്കിലും പഠിപ്പിച്ചൂടെ 2 അക്ഷരം. അതില്ല. B.Ed എടുക്കണ്ട, കാരണം B.Ed കഴിഞ്ഞാലും ജോലിയൊന്നും ഇല്ല എന്ന് കുറേ പേര് പറയും. ആ B.Ed കഴിഞ്ഞാലും ജോലി ഇല്ല എന്ന് അതിന് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. See, you have a B.Ed, you have a masters and you do PhD. Tomorrow you can do an M.Ed. When you go somewhere you can easily get a job. ഞാൻ ഇന്ത്യൻ സ്കൂൾസ് ഗൾഫിൽ കംപ്ലീറ്റ് കവർ ചെയ്താണ്. അവിടെ ഒരു B.Ed വിത്ത് PG ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു ഗെറ്റ് എ ജോബ്. നമ്മുടെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ കേരളത്തിൽ പോയിട്ട് അരുണാചൽ പ്രദേശിൽ കുറെ സ്കൂൾസിൽ ക്ലാസ് എടുക്കാൻ പറ്റി. ഐ വാണ്ട് 40 ടീച്ചേഴ്സ്. ഇന്റർവ്യൂ 2 പേരാണ് വരാൻ തയ്യാറായത്. ദേ ഡോണ്ട് വാണ്ട് ടു ട്രാവൽ ടു അരുണാചൽ പ്രദേശ്. You get accommodation, you have a hostel, everything is available, and you don't know how to teach. മലയാളത്തിലേ പറയാൻ പറ്റുള്ളൂ. See, my interview was to find out whether they can communicate in English if you want to teach outside Kerala. No, അത് അറിയില്ല. You tell me how many teachers who are teaching in English medium speak good English in Kerala. ഏറ്റവും വലിയ പ്രോബ്ലം അതല്ലേ. So you should have good communication skill. I am sure wherever you go you can teach. Not a big job. ഏത് ജോലിയും ചെയ്യണമെങ്കിൽ you need an infrastructure. Teaching is the only job where you don't require an infrastructure to teach. ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ അമേരിക്കയിൽ പഠിച്ച് അമേരിക്കയിൽ ജനിച്ച് അവിടെ പഠിച്ച കുട്ടികൾക്ക് അവിടുത്തെ ഗ്രാജുവേഷൻ എൻട്രൻസിന് എഴുതാനുള്ള സാറ്റ് എക്സാമിന് ക്ലാസ് എടുത്ത് കാണുന്നു. ഐ വാസ് ടീച്ചിങ് ദം ഇംഗ്ലീഷ്. ആരെ പഠിപ്പിക്കണേ? അമേരിക്കയിൽ ജനിച്ച്. എന്താ കാരണം? നമ്മുടെ 12 ടെൻസസ്, ഐ ഡോണ്ട് നോ വെദർ ആമി നോസ് ഹൗ ടു ഓൾ 12 ടെൻസും പറയാൻ പറ്റുമോ? ഏതാ? സിമ്പിൾ പ്രസന്റ് names ആണോ? പറയ്. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. present perfect, present perfect continuous, simple past, past continuous, past perfect continuous, and then same. ഇതേപോലെ ഫ്യൂച്ചർ. Give me a example എന്ന് പറഞ്ഞാൽ എന്താ പറയും? Yes, simple present is. ഞാൻ ഈ 12 എക്സാമ്പിൾ ആയിട്ട് പറയട്ടെ. I take, I am taking, I have taken, I have been taking, I took, I was taking, I had taken, I had been taking, I shall take, I shall be taking, I shall have taken, I shall have been taking. At your age, being a mathematics student, I learned this. അന്ന് ഞങ്ങൾക്ക് റൺ ആൻഡ് മാർട്ടിൻ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. If you get a chance, don't miss buying it. That's an asset in life. റൺ ആൻഡ് മാർട്ടിൻ നിങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടാവും. അതില്ലെങ്കിൽ
Wren and Martin English grammar. I have got in my library. Okay, doctor. ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ബൈബിളാണത്, ഖുറാനാണ് റൺ ആൻഡ് മാർട്ടിൻ. ആൻഡ് റൺ ആൻഡ് മാർട്ടിൻ ഗ്രാമർ ബുക്ക് ഈസ് ദ അതോറിറ്റേറ്റീവ് ബുക്ക് വിച്ച് വാസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ BCom സ്റ്റുഡൻസ്, നോട്ട് ഈവൻ BA ഇംഗ്ലീഷ്. പണ്ട് കാലത്ത് BComകാരൊക്കെ സെക്രട്ടറി ജോബിന് പോകും. ബോസിന് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ സെക്രട്ടറിക്ക് അറിയണം. സെക്രട്ടറി വിൽ കറക്റ്റ് ദ സ്ട്രക്ചർ. ഇന്ന് എളുപ്പമാണ്, കമ്പ്യൂട്ടർ വിൽ ഡു ദാറ്റ്. അന്ന് സെക്രട്ടറി ഹാവ് ടു ഡു. അങ്ങനെ BComകാരെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിച്ചാളാണ്. അതുകൊണ്ട് വായിക്കുക, പഠിക്കുക. B.Ed ഗ്രേറ്റ് ആയതുകൊണ്ടൊന്നല്ല ഞാൻ ചെയ്യാൻ പറയുന്നത്. യു ഗേവ് മി ആൻ ഓപ്ഷൻ B.Ed ഓർ അല്ല, വേറെ എന്തൊക്കെ സാധ്യതകൾ ഉണ്ടെന്ന് പറയുമോ? അല്ല, സാധ്യതകൾ എന്റെ കുട്ടി BA ഗ്രാജുവേറ്റ് ഈസ് ഗുഡ് ഇനഫ്. യു ക്യാൻ റൈറ്റ് ഓൾ ഇന്ത്യ സർവീസ്, സിവിൽ സർവീസ്. പഠിക്കാൻ താല്പര്യമുണ്ടോ? ആർ യു റെഡി ടു ലേൺ? റെഡി ടു ലേൺ. ഫ്രം ടുഡേ സ്റ്റാർട്ട് ഡൂയിങ് മൈ അസൈൻമെന്റ്സ്. ഓക്കെ, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എടുക്കുക, ഹിന്ദു ന്യൂസ് പേപ്പർ എടുക്കണം. ഓൺലൈൻ യു ക്യാൻ ടേക്ക് ഇറ്റ്. And then take one international news, start writing stories. അതിൻ്റെ കണ്ടന്റ് എഴുതുക, കോംപ്രഹെൻഷൻ എഴുതുക, റീഡ് ബുക്സ്, റൈറ്റ് ഇറ്റ്സ് ബ്രീഫ് എഴുതുക. എൻ്റെ യൂട്യൂബിൽ അനൂഷ ഈസ് ഡൂയിങ് എ ബ്യൂട്ടിഫുൾ സീരീസ് ഓൺ സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് അത്. ഇന്നിട്ടിട്ടുള്ളത് ഹൗ പ്രൈം മിനിസ്റ്റർ ആൻഡ് പ്രസിഡൻസ് ആർ എലക്ടഡ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. അത് കേട്ട് അത് ടെക്സ്റ്റ് ഉണ്ടാക്കി അനിമേഷനിലാണ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇൻവെസ്റ്റിംഗ് ലോട്ട് ഓഫ് ടൈം. എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, ദ IAS Edge ഓൺ ആമസോൺ. അതിന് മുമ്പുള്ള ഒരു ബുക്ക് ഉണ്ട്, സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക്. ദാറ്റ് വിൽ ടെൽ യു ഹൗ ടു പ്രിപ്പയർ. ആ ഒരു മെത്തേഡിൽ യു സ്റ്റാർട്ട് ലേണിംഗ് ഓൾ യുവർ സിലബസ്. എവറി എൻട്രൻസ് എക്സാം ഇൻ ദ കൺട്രി യു ക്യാൻ പാസ്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു ഗ്രാജുവേറ്റിന് എഴുതാൻ പറ്റുന്ന, നോട്ട് ദ സീനിയർ ലെവൽ ബട്ട് നെക്സ്റ്റ് ലെവൽ ഓഫീസേഴ്സിന്റെ ടെസ്റ്റ് ഉണ്ട്. ദർ ആർ 4000 വേക്കൻസീസ്. എനിക്ക് തോന്നുന്നില്ല 4000 ആൾക്കാർ ആ പരീക്ഷ പാസ്സാവും. IAS 5000 വേക്കൻസി ഉണ്ട്, നമ്മൾ 100 പേരെ പാസ്സാക്കുന്നുള്ളൂ. എന്താ കാര്യം? മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട് ക്വാളിഫൈഡ്. യു ഹാവ് ക്വാളിഫിക്കേഷൻ, യു വിൽ എക്സെൽ. അപ്പോൾ തീരുമാനിക്കുക ഇന്ന് മുതൽ പഠിക്കാം. അപ്പൊ PSC ഒക്കെ ഇതിന്റെ അനിയനല്ലേ. UPSC is highest, this is only a chota brother. Okay. പിന്നെ ഡോക്ടർ പറഞ്ഞില്ല ഓൺലൈൻ കോഴ്സസ് ഒക്കെ. അപ്പോ ഞാൻ അത് നോക്കുന്നുണ്ട് കോഴ്സിൽ. അപ്പൊ ഞാൻ ഇന്ന് ഇംഗ്ലീഷിന്റെ അങ്ങനത്തെ കുറച്ച് ഇതിൽ ചേർന്നിട്ടുണ്ട്. അപ്പൊ വേറെ അല്ലാതെ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നമുക്ക് വേണ്ട അല്ലാത്ത സ്കിൽസ് എന്തൊക്കെയാണ്? One is you should have a good heart. Okay. And you should have good head. 2 H. And 3rd H is your hand should work. മീൻ നമ്മുടെ തോട്ട് പ്രോസസ്സ് വേണം, അതിനെനിക്ക് പാഷൻ വേണം, അത് വർക്കബിൾ ആയിട്ട് ഞാൻ ചെയ്യാൻ തയ്യാറാവണം. Then you can be a good teacher. ഓക്കെ ഡോക്ടർ. അപ്പൊ BE പഠിച്ചു കഴിഞ്ഞിട്ട് വേറെ ഈ IAS അല്ലാതെ വേറെ അങ്ങനെ ഒന്നുമില്ല? എന്റെ കുട്ടി, യു ജോയിൻ ഫോർ സം കോഴ്സ്. എക്സാമിനേഷൻ പാസ്സാവാനും ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ഒക്കെയുള്ള മിനിമം സംഭവങ്ങൾ മാത്രം ചെയ്യുക. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ടൈം യു ഇൻവെസ്റ്റ് ടോട്ടലി ഫോർ ലേണിംഗ്. ഇപ്പൊ കഴിഞ്ഞ 2 വർഷം വാട്ട് ഈസ് ദാറ്റ് യു ഹാവ് ഡൺ റിയലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഹൗ മച്ച് ടൈം യു ഹാവ് വേസ്റ്റഡ്? ഞാനൊക്കെ ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് ഐ വാസ് എ ബാഡ് സ്റ്റുഡൻറ് അപ് ടു 12th ക്ലാസ്. സോ ഗ്രാജുവേഷൻ ഐ നോ ഐ ആം നോട്ട് ഗോയിങ് ടു ഇൻവെസ്റ്റ് ലോട്ട് ഓഫ് ടൈം. പക്ഷെ എൻ്റെ ബാച്ചിലെ എല്ലാ കുട്ടികളും ബ്രില്യൻ്റ് ആണ്. അത് ആ ഒരു ബാച്ച് മാത്രം ബ്രില്യൻ്റ് ആവാൻ എന്താ കാരണം? വി ഡിസൈഡഡ് വി ആർ ഗോയിങ് ടു ചേഞ്ച്. ഇന്നും എനിക്ക് മെസ്സേജ് വരും. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ബാലകൃഷ്ണൻ, എൻ്റെ കൂടെ ഗ്രാജുവേഷന് പഠിച്ചത്, ഇന്നലെ അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു എനിക്ക്. ഓക്കെ, ആലോചിച്ച് നോക്കാം. വി ആർ നോട്ട്. എന്റെ ടീച്ചർ ഇപ്പോഴും ഉണ്ട്. ഞാൻ തുറക്കുന്ന സമയത്ത് ഐ ഗോട്ട് മൈ ടീച്ചേഴ്സ് മെസ്സേജ്. ഇങ്ങനെയൊക്കെയാ ജീവിച്ചു പോകുന്നല്ലേ, ഞാൻ മുഴുവൻ കേട്ടു.
എൻ്റെ ടീച്ചർ എനിക്ക് അയച്ച മെസ്സേജ് അത്. മരിക്കുന്നത് വരെ ഇങ്ങനെയൊക്കെയാ ജീവിച്ചു പോകുന്നല്ലേ, ഞാൻ മുഴുവൻ കേട്ടു. She must be above 70. Why did she still have എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇന്നും മെസ്സേജ് അയക്കാൻ എന്താ കാരണം? തൻ്റെ പഠിപ്പിച്ച ഏതെങ്കിലും ടീച്ചർ ആ കോണ്ടാക്ട് തൻ്റെ കൂടെ വെക്കുമോ? That too after 30 years, 40 years, you can imagine. Why? That's because we had such a relationship. എൻ്റെ ക്ലാസ്മേറ്റ് എൻ്റെ അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് എന്തിനാന്നൊന്നും പറഞ്ഞിട്ടില്ല. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. സെൻഡ് മീ എ ബുക്ക്. ഈ ബുക്ക് അയക്കാൻ വേണ്ടി എൻ്റെ അഡ്രസ്സ് മേടിച്ചതാണ്. You imagine somebody who studied with me 40 years back is sending me books. That's our relationship. And he wants some books. He's also a good reader. It's not available in India. I will tell my students abroad, send me this book. I have to send to my... Why that? Our relationship. See, I was not a good student. So all my classmates I used to tell, if you have any doubt, you ask me, I'll tell you. ഒരു ബ്രില്യൻ്റ് അല്ലാത്ത കുട്ടി ഇങ്ങനെ പറയുമ്പോൾ they made fun of me, right? So what do? They go to library, take the difficult book, find some questions, ask me. എനിക്കും അറിയാം ഇത് ലൈബ്രറി പോയി എടുത്തതാണ്. So I will go to the library and ask librarian, which is that book taken by this fellow? Give me a second copy. Prepare. നിങ്ങൾ കുട്ടികൾ തമ്മിൽ ചാലഞ്ച് ഇങ്ങനെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് ആരും see, similar birds will all fly together. ആരും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആമി എൻ്റെ അടുത്ത് എത്തുമോ? No, the world is not your classmate. I'm saying the world is not your classmate now. The world is your classmates now. You can always get connected. It's just a G-meet away. So keep learning. See, ആമിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ കാണുകയില്ല. Physically we may not meet. That's a different matter. എത്ര കുട്ടികളുണ്ടെന്നറിയോ? എനിക്ക് പാകിസ്ഥാനിൽ എത്ര കുട്ടികളുണ്ട് എനിക്കെന്നറിയോ? ആഫ്രിക്കയിൽ എത്ര കുട്ടികളുണ്ടെന്നറിയോ? ഫിലിപ്പീൻസിൽ എത്ര കുട്ടികളുണ്ടെന്നറിയോ? എനിക്ക് കുറേ കുട്ടികളുണ്ട് പല സ്ഥലത്തും. സി ഐ നോ ദറ്റ് ഐ വിൽ നോട്ട് ബി പാകിസ്ഥാനിലെ കുട്ടികളോടൊക്കെ പറയും ജീവിതത്തിൽ എനിക്ക് തന്നെ കാണാൻ പറ്റും തോന്നില്ല. അറ്റ്ലീസ്റ്റ് വി ക്യാൻ മീറ്റ് ബിക്കോസ് യു ആർ ഇൻ കേരള. ഐ മീൻ സംവെയർ വി ക്യാൻ മീറ്റ്. ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഞാൻ കോഴിക്കോട് പോകുമ്പോൾ എൻ്റെ നേരെ ബാക്കിലിരുന്ന ഒരാൾ കുറേ സമയം കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് സൗദി അറേബ്യയിൽ വന്നിരുന്നു. ദമാമിലായിരുന്നു ആണ്. അവിടെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് സെൻഡ് മീ എ മെസ്സേജ്. ഉടനെ അയാൾ തുറന്നപ്പോൾ മെസ്സേജ്, യെസ് ഐ ആം ദർ ഇൻ യു. ലാസ്റ്റ് അപ്ഡേറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ ഹാവ് സെൻഡ് എ മെസ്സേജ്. മനസ്സിലായോ? ഇപ്പോൾ കോണ്ടാക്ട്സ്, റിലേഷൻഷിപ്പ്, നെറ്റ്വർക്കിംഗ്, ലേണിംഗ്, anywhere, anytime you can do it because we are on that world. We are so blessed that we are connected, right? ആഫ്രിക്കയിലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ചില സ്ഥലത്തെ ക്ലാസ് എടുക്കുമ്പോൾ അവർ പറയാ ഡാറ്റ ഇല്ല എന്നാ പറയാ, നെറ്റ്വർക്ക് ഇല്ല, കാശില്ലാത്തതുകൊണ്ടാണ്. 20 people will come and sit in a place to connect with me because they don't have money. But നമ്മൾ we are all lavish, so use that. ഡോക്ടർ ഇംഗ്ലീഷും നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് see, listen to some of my discussions. ഇന്ന് ഞാൻ പറഞ്ഞൊരു വീഡിയോ ഉണ്ട് 2010 to 14. അതിൽ നമ്മൾ ഇംഗ്ലീഷുകാരോട് സംസാരിക്കുമ്പം വി സ്പീക്ക് ഇൻ ദാറ്റ് ടോൺ. അതുപോലെ ലിസൺ ടു മൈ ലെക്ചേഴ്സ് ഇഫ് യു ആർ ഗുഡ് വിത്ത് മൈ ഫ്രീക്വൻസി ഓഫ് സ്പീക്കിംഗ്. ഇപ്പം ഞാൻ പറഞ്ഞ വാക്ക് ഏതാ? ഇപ്പൊ സെന്റൻസ്, ആ ഫുൾ സെന്റൻസ് പറ. If you are okay with my frequency of speaking. Yeah, good. അങ്ങനെ ഓരോന്നും കേൾക്കുമ്പോൾ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ നെക്സ്റ്റ് ടൈം യു വിൽ ഓൾസോ യൂസ് ദ സെയിം സ്റ്റൈൽ. മനസ്സിലായി? കേട്ടിട്ട് കാര്യമില്ല, അത് ഉള്ളിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് ടൈം when I get a chance, I will also use similar words. Okay, it's like mimicking my style. Shadowing. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മളെ ഡിസ്കഷൻസിലോ പല എൻ്റെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. YYCI, അത് ഇന്റർനാഷണൽ പ്രോഗ്രാംസ് ആണ്. ആഫ്രിക്കൻസ് ഉണ്ടാവും, അമേരിക്കൻസ് ഉണ്ടാവും, ബ്രസീൽ ഉണ്ടാവും, കുറേ പേരുണ്ടാവും. അതിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഹാവ് ടു യൂസ് വേർഡ്സ് വെരി കെയർഫുള്ളി. സ്പീഡിലൊന്നും സംസാരിക്കാൻ പറ്റില്ല മലയാളത്തികളോട് പറയുന്നത്. അപ്പോൾ അവർ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യും. ദാറ്റ്സ് ഹൗ ദേ ലേൺ. സോ കീപ് റിപ്പീറ്റിംഗ്. യു ആർ ഗുഡ്. ഡോക്ടറിന് അറിയാത്ത ഏതെങ്കിലും വിഷയമുണ്ടോ?
ഓ, നീ ചോദിച്ചു നോക്ക് ഏതെങ്കിലും. അല്ല ഇപ്പൊ എല്ലാം അറിയില്ലേ, അപ്പൊ ഓരോ വീഡിയോസ്. അല്ല, അത് കുറേ കാലമായില്ലേ മോളൂ. പണ്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പേപ്പറിൽ എഴുതി എഴുതി വെച്ച് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ഒരു ക്രിയേറ്റിവിറ്റി ടു ദ പവർ ഓഫ് ഇൻഫിനിറ്റി. 2010 ചെയ്തൊരു പ്രോഗ്രാമാണ്, മാർച്ചിൽ. അത് കാണണം, ക്രിയേറ്റിവിറ്റി ടു ദ പവർ ഓഫ് ഇൻഫിനിറ്റി. 2 പ്രോഗ്രാംസ് ഉണ്ട്, ഒന്ന് ടെഡെക്സ് ലെക്ചർ ആണ്, ഒന്ന് ഇവിടെ ഒരു പ്രോഗ്രാം. അപ്പൊ ഞാൻ ഇതാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പവർ പോയിന്റ് അന്ന് ബ്ലോഗിലിട്ടു, എന്നിട്ട് അത് എല്ലാവർക്കും അയച്ചു കൊടുത്തു. ഇതാണ് നാളത്തെ പ്രസന്റേഷൻ, ബട്ട് യു പ്രിപ്പയർ സം ക്വസ്റ്റ്യൻസ് ആൻഡ് കം. അപ്പൊ ആ വരുന്ന 1200 പിള്ളേരുടെ പ്രോഗ്രാമാണ്. 1200 പിള്ളേരും പ്രസന്റേഷൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ അന്ന് 100 രൂപയാണ് എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ചാർജ്. ഇപ്പോൾ 1200 മൾട്ടിപ്ലൈഡ് ബൈ 100. അനൂഷയാണ് അത് ഓർഗനൈസ് ചെയ്തത്, വൺ ഓഫ് മൈ സ്റ്റുഡൻറ് ഹു ഇസ് ഇൻ US നൗ. അപ്പൊ 1,20,000 rupees കളക്ട് ചെയ്തു ക്ലാസ്സിന് മുമ്പ് തന്നെ. ആ ഹാളിന് 20,000. സോ ഷീ പെയ്ഡ് മീ 1 lakh rupees ഫോർ ഹാഫ് ഡേ ലെക്ചർ. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഐ സ്റ്റാർട്ടഡ് സേയിങ് ദാറ്റ് നോ, എല്ലാവരും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയല്ലോ, ദാറ്റ് മീൻസ് യു ഹവ് ഗോൺ ത്രൂ മൈ പ്രസന്റേഷൻ. അതുകൊണ്ട് നോ പ്രസന്റേഷൻ നൗ, ടേക്ക് ക്വസ്റ്റ്യൻസ്, ഐ വിൽ ആൻസർ ഇറ്റ്. ആൻഡ് ദർ വർ മോർ ദൻ, ഓരോരാളും 4 ക്വസ്റ്റ്യൻ ചെയ്ത് എഴുതിയാൽ 4,000 ക്വസ്റ്റ്യൻസ് ഇല്ലേ. So I have set of people to 20 people sitting and sorting out which are all the questions repeated, throw it off, take only the present one, and run and come and tell me that, and I am on the stage. You think I can prepare and then answer? അങ്ങനെ ചെയ്തിട്ടുണ്ട്. And when I was doing an MBA, I had got 35-40 children. I told them, all of you come with 5 topics. Ask me one, I will speak for less than a minute. Immediately next fellow, some other topic. Continuous, non-stop I spoke on topics which are unrelated, less than a minute. ഇപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ ഒരാൾക്ക് it doesn't make any difference, right? ഇപ്പോ ഡോക്ടറിനെ ഒന്ന് ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? See, I was behind people who are all great experts. ഇപ്പൊ നമുക്ക് നല്ല ടീച്ചറൊക്കെ ഇഷ്ടമാണെങ്കിൽ, മാഷന്മാരെയൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. I mimic them. I go to their houses. എൻ്റെ ബ്രദർ പ്രൊഫസറായിരുന്നു. സോ എല്ലാവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു. ഞാൻ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോകും, അവരുടെ ഇവരുടെയൊക്കെ കാശൊന്നും കൊടുക്കില്ല. അവർ പൈസ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് കൊടുക്കും, അടുത്ത് പോകും. സോ ഐ ലേൺഡ് ഫ്രം മെനി പീപ്പിൾ. ഓക്കെ, ഞാൻ എൻ്റെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയൊക്കെ പഠിക്കുന്ന സമയത്ത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്രൊഫസേഴ്സ് ഓഫ് കേരള ഇൻ മാത്തമാറ്റിക്സ് ടി തിരുവിക്രമനാണ് എൻ്റെ പ്രൊഫസർ. അപ്പോൾ അന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ബസ് കോഫി ഹൗസിൻ്റെ അടുത്താണ് നിർത്തുക. അത് കഴിഞ്ഞ് അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇപ്പം മാഷ് സാധാരണ അവിടെ പോയി ഇരുന്നിട്ട് കയറി പോകുന്നൊക്കെ ഞാൻ കാണാറുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ബസ് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എൻ്റെ ഹോസ്റ്റല്. അപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നി മാഷിൻ്റെ കൂടെ പോകുന്നത്. മാഷ് അങ്ങനെ അതൊരു വർത്താനം പറയാത്തൊരു സ്ട്രിക്റ്റ് പ്രൊഫസറാണ്. അപ്പം മാഷിൻ്റെ അടുത്ത സീറ്റിൽ പോയി ഞാനിരുന്നു. അപ്പം മാഷ്ക്കറിയാം, ഞങ്ങൾ അന്ന് 10 കുട്ടികളേ ഉള്ളൂ മാസ്റ്റേഴ്സിനൊക്കെ, ഞങ്ങൾ അടുത്ത റിലേഷൻഷിപ്പാണ്. അപ്പം മാഷ് ചോദിച്ചു എവിടെയാണ് പോകണമെന്ന് ചോദിച്ചു. ഞാൻ തീരുമാനിച്ചില്ല. ബസ് കയറിയിരിക്കുമ്പോൾ എവിടെയാ പോണെന്ന് തീരുമാനിച്ചില്ല. ഇപ്പൊ കണ്ടക്ടർ വന്നപ്പോ മാഷിന്റെ ടിക്കറ്റ് എടുത്തുവല്ലോ, അപ്പൊ ബസ് സ്റ്റോപ്പിലേക്ക് ഞാനും ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ തീരുമാനിച്ചു, ബസ് സ്റ്റോപ്പ് വരെ എനിക്ക് കൂടെ പോവാലോ. സി, ഡു യു തിങ്ക് എനി സ്റ്റുഡന്റ് വിൽ ഗോ ലൈക്ക് ദിസ് ടു എ പ്രൊഫസേഴ്സ് ഹൗസ്? ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോ ചോദിച്ചു ഞാൻ വീട്ടിൽ വന്നോട്ടെ എന്ന് ചോദിച്ചു. അവിടുന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇറക്കി വിടും. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് വരണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. വന്നോളൂ, പക്ഷെ എനിക്ക് ഇന്ന് മധുരയിൽ പോകണം, വീട്ടിലധികം സമയം ഉണ്ടാവില്ല. വേണ്ട, എനിക്ക് മാഷ് എങ്ങനെയാണ് വീട്ടിലേക്ക് പോകണമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അടുത്ത കാലത്ത് ഹി വാസ് ഓൾമോസ്റ്റ് 90. അത് കഴിഞ്ഞിട്ടും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു. ആ സമയത്ത് ഞാൻ കണ്ടിരുന്നു കുറേ പ്രോഗ്രാമിന് എന്നെ ഗസ്റ്റായിട്ട്, ചീഫ് ഗസ്റ്റായിട്ട് എൻ്റെ മാഷ് വിളിച്ചിട്ടുണ്ട്. ഞാൻ അതിനായിട്ട് ഹൈദരാബാദിൽ നിന്ന് പിന്നെ വന്നിട്ടുണ്ട്, കോട്ടയത്തൊക്കെ KE കോളേജ് മാന്നാനത്തൊക്കെ എന്നെ കൊണ്ടുപോയത് മാഷാണ്. കേരള മാത്തമാറ്റിക്സിൻ്റെ അസോസിയേഷൻ പ്രോഗ്രാമിനൊക്കെ ഞാൻ ചീഫ് ഗസ്റ്റായിട്ട് മാഷിൻ്റെ കൊടുക്കും. ഞങ്ങൾ കാസർഗോഡ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിലാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് ഞങ്ങൾ കൂടെ അവസാനം ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം. ദെൻ ഹി ബിക്കം സിക്ക്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. ടി ത്രിവിക്രമൻ, ഡോക്ടർ TPS കാണണം. ഷർട്ട് പോലും ഇടാണ്ട് അയാൾ വീട്ടിലിരിക്കുമ്പോഴാണ് ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് അയാളെ കാണാൻ പോകുന്നത്. അതിലൊരാൾ ഷറഫ് എന്ന് പറഞ്ഞ ഒരാളാണ്, എൻ്റെ നാട്ടിലെ ഫ്രണ്ടാണ് ഷറഫ്. എൻ്റെ ബ്രദറിനെ പോലെയാണ്. ഞാൻ ദോഹയിലാണ് വർക്ക് ചെയ്യുന്നത്.
എൻ്റെ മകൻ്റെ കല്യാണത്തിന് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാൻ ഷാരഫ് യു ഹാവ് ടു ഹെൽപ്പ് മീ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് വരേണ്ടതെന്നേ ചോദിക്കുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു പ്രോഗ്രാം വീടൊക്കെ ക്ലീൻ ആക്കണം, സോ നെക്സ്റ്റ് ടുമാറോ ഐ എം ദെയർ എന്ന് പറയും. അങ്ങനെ ഓടി വരും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എനിക്ക് നാട്ടിൽ. അപ്പോൾ ഷരഫ് നല്ലോണം പാട്ട് പാടും. എൻ്റെ ഡൽഹിയിലുള്ളൊരു ഫ്രണ്ട്, അയാളും ഉണ്ടായിരുന്നു. അയാളും നന്നായിട്ട് പാട്ട് പാടും. ഷരഫിനെ അവരെയും മീറ്റ് ചെയ്യിപ്പിച്ചൊക്കെ അന്ന് അവിടെ പോണ സമയത്താണ്. ഐ സെഡ് വി വിൽ ഹാവ് എ സോങ്, പാട്ടുണ്ടാവും. ആ പാട്ടൊക്കെ പാടുമ്പോൾ മാഷ് നന്നായിട്ട് ആസ്വദിച്ച് കൈയൊക്കെ കൊട്ടുന്നത് കാണും. വയ്യാന്നൊക്കെ പറഞ്ഞിരുന്ന മാഷാണ്. ഹി ബിക്കെയിം ആക്റ്റീവ് ദാറ്റ് ഡേ. നമ്മൾ ആരെങ്കിലും പോവോ മാഷന്മാരുടെ അടുത്തൊക്കെ അങ്ങനെ? അതും 2 ദിവസത്തേക്കാണ് നാട്ടിൽ പോണത് ഞാൻ. അതിൽ ഹാഫ് ഡേ ആണ് ഓടിച്ചു പോകുന്നത്, 50 കിലോമീറ്റർ. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ തോന്നാൻ പറ്റുന്നത് നമ്മളിപ്പോ ചെയ്യണം. ആൻഡ് ദാറ്റ് വിൽ ബിക്കം അവർ ക്രെഡിറ്റ്. ലൈഫിലെ ക്രെഡിറ്റ് എന്താണ്? ഇപ്പൊ ഞാനും ആമിയും സംസാരിക്കുന്നു, ഞാനത് യൂട്യൂബിലിടുന്നു. ദാറ്റ്സ് എ ക്രെഡിറ്റ് ഫോർ മീ ഇൻ മൈ ലൈഫ്. ഐ റിമെമ്പർ. ഈ ചോദ്യങ്ങളൊന്നും പലരും ചോദിക്കാറില്ല. ഏതെങ്കിലും ഇന്റർവ്യൂവിൽ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടോ? നോബഡി ആസ്ക്. അപ്പൊ ആ ചോദിക്കുന്ന സമയത്ത് ഐ വിൽ റിമെമ്പർ. മോസ്റ്റ് ഓഫ് ദം ഐ വിൽ ഫോർഗെറ്റ്, ബട്ട് ഐ കോണ്ട് ഫോർഗെറ്റ് യു നോ. മനസ്സിലായി? അതുകൊണ്ട് ഡിസ്റ്റിങ്ക്ട്ലി ഡിഫറെന്റ് ആയിട്ട്, കോൺട്രിബ്യൂട്ടറി ആയിട്ട്, ഇറ്റ് ഷുഡ് കം ഫ്രം ദ ഹാർട്ട്, നോട്ട് ഫ്രം ദ ബുദ്ധി. ആ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ there are a lot of things which you can do in your life. ഓക്കെ, പഠിക്കാൻ നല്ലോണം. ഏത് പഠിച്ചാൽ? ഡോക്ടർ നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ കണ്ണൂരാണ് എൻ്റെ ബേസിക് വീട്. എൻ്റെ സിഗ്നേച്ചറിൽ ലാസ്റ്റ് ഗൂഗിൾ മാപ്പ് ഉണ്ട്. ക്ലിക്ക് ചെയ്ത് ഡോക്ടർ TPS, ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഡോക്ടർ TPS നടിക്കാം. യു വിൽ സീ 3 ഹൗസസ്. 1 ഹിയർ. ഈ ഹൈദരാബാദ് വീടും ഈ ലൈബ്രറിയും ഒക്കെ കാണാം അതിനകത്ത്. ഓക്കെ, ഇതാണ് ശിക്ഷ ഹോളിഡേ പ്രോഗ്രാം തുടങ്ങിയ സ്ഥലം. അനദർ വൺ ഈസ് ഇൻ ഇരിങ്ങാലക്കുട. താങ്കളുടെ വീട്ടിൽ കോളേജിന്റെ അടുത്താണ്. തൃശ്ശൂരിന് അടുത്താ ഇരിങ്ങാലക്കുട. ഓക്കെ, ഐ നോ ദ ജിയോഗ്രഫി ഓഫ് കേരള. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നുള്ളത് കണ്ണൂരാണ്. സോ ഐ ഹാവ് 3 ഹൗസസ് വേർ ഐ ഹാവ് ഗോട്ട് സം പ്രോഗ്രാംസ്. ഡോക്ടർ പിന്നെ എന്തുകൊണ്ടാണ് ഹൈദരാബാദിൽ സെറ്റിൽഡ് ആയത്? My wife is here. She was a director in a ISRO center. Just retired. പിന്നെ ഈ ഫെസിലിറ്റി ഒക്കെ ഞാൻ 10-30 കൊല്ലം ജീവിച്ച സ്ഥലമല്ലേ. And this is the best place where I can operate anywhere, travel anywhere. തറവാടുണ്ട് കണ്ണൂര്. That's one of my most favorite place. പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് മഴയിൽ വലിയൊരു മരം പൊട്ടി വീണു. വീടിന്റെ കുറെ ഭാഗം പൊളിഞ്ഞു. അതുപോലെ 2 വർഷം മുമ്പ് പൊളിഞ്ഞു. അപ്പോൾ ബ്രദേഴ്സ് ഒക്കെ ചോദിക്കും, ഇറ്റ്സ് നോട്ട് മൈൻ, ഇറ്റ്സ് എ കമ്പൈൻഡ് പ്രോപ്പർട്ടി. ആ മരമൊക്കെ വെട്ടിക്കോട്ടെ വയ്ക്കുമ്പോൾ ഞാൻ ഐ ലൈക്ക് ട്രീസ്. പക്ഷെ ഇപ്പൊ ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു എന്ത് വേണമെങ്കിലും വെട്ടിക്കളഞ്ഞോളാം. ദാറ്റ്സ് എ പ്ലേസ്. എൻ്റെ ഈ കവിതകളൊക്കെ മിക്കവാറും ഞാൻ എഴുതിയത് എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക്. വലിയ വീടാണ്. കുറെ പേർക്ക് 10-40 പേരൊക്കെ എൻ്റെ കൂടെ വന്ന് താമസിക്കുന്ന വീടാണ്. അവിടെ ഒറ്റയ്ക്ക് താമസിക്കും. അടുത്തൊന്നും ആരും ഉണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല, നല്ല മഴയായിരിക്കും. അപ്പോൾ എഴുതുന്ന കവിതകളാണ് ഇതൊക്കെ. That's where I write my poems. ഡോക്ടർ ഇനി എന്താണ് ഇനി ഞാൻ എന്ത് പ്രൊജക്റ്റ് ആണ് ചെയ്യേണ്ടത്? ഇന്ന് നമ്മൾ നടത്തിയ ഡിസ്കഷനെ കുറിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അയക്കുക. നമ്മൾ എന്ത് പറയുമ്പോഴും കേൾക്കുമ്പോഴും യു ഷുഡ് കീപ് റൈറ്റിംഗ്. ഓക്കെ, അത് ക്ലാസ് എടുക്കുമ്പോഴും ഇതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ there is a blog called 30 points to students, 20 points to parents and teachers. Another blog 20 points to students and 10 points to parents and teachers. നമുക്ക് തോന്നുന്നതൊക്കെ എഴുതുക. ഓക്കെ, കീപ് റൈറ്റിംഗ്, കീപ് ടേക്കിംഗ് നോട്ട്സ്. പ്രിപ്പയർ ചെയ്തതൊക്കെ ബണ്ടിലായിട്ട് ഇരിക്കണം കയ്യിൽ. ഓക്കെ, ഇൻഡെക്സ് ദം, കീപ് ഇറ്റ് റെഡി. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈസി ടു റിക്കലക്ട് മച്ച് ഫാസ്റ്റർ. നല്ലപോലെ വായിക്കുക, റീഡ് ന്യൂസ് പേപ്പർ, ഡു കോംപ്രഹെൻഷൻ. കാരണം ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നാളത്തെ ജനറൽ നോളജ്, വിച്ച് ആർ എസെൻഷ്യൽ ടു ലേൺ, നോട്ട് ദ പെറ്റി പൊളിറ്റിക്സ്. ഓക്കെ, ഒരു വീഡിയോ കണ്ടാൽ കമന്റ് തർ. ലിസൺ ടു ഗുഡ് ലെക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് പീപ്പിൾ. ഞാനൊക്കെ അന്ന് അമേരിക്കൻ പ്രസിഡന്റ്സിന്റെ ഒക്കെ ടോക്കുകൾ സ്ഥിരമായിട്ട് കേൾക്കുമായിരുന്നു. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും കേൾക്കാൻ കഴിയില്ല. ആരാ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ്? ഓക്കെ, അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഒന്നും നല്ലതല്ല. പണ്ട് നല്ല ഇംഗ്ലീഷ് പറയുന്ന പ്രസിഡന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു.
Good enough. Others are waiting. യെസ് ഡോക്ടർ. പിന്നെ ഈ ഒരു ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ? See, I have some groups. അതിനകത്ത് ഞാൻ ചേർക്കാം. എൻ്റെ ടീച്ചേഴ്സും കുറേ സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉള്ളതാണ്. That only tell me that you get an information if I am coming to Kerala where I am available. അതിനാണ് ബേസിക്കലി. പിന്നെ അവർ എൻ്റെ വീഡിയോ എടുത്തിട്ട് കുറച്ച് പഠിക്കും. ഇപ്പം ഈ ടീച്ചർ അയച്ച പോലെ അവരെ കണ്ടുകൊണ്ടിരിക്കുക. സോ ദർ ഇസ് എ ഗ്രൂപ്പ് ഹൂ ജനറലി ഫോളോ മീ. അതിനേക്കാളും പഠിക്കുന്നൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കാറില്ല. കാരണം ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ആമിയെ വേറെ ഏതെങ്കിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് ഇൻ ബിറ്റ്വീൻ യു. അതുകൊണ്ട് ഐ ഡോണ്ട് ക്രിയേറ്റ് ഗ്രൂപ്പ്. ഇഫ് യു ക്രിയേറ്റ് എ ഗ്രൂപ്പ് യു ക്യാൻ ആഡ് മീ. വി വിൽ സ്റ്റാർട്ട് ആഡിങ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ്. I don't want you to mix with some other group where we don't know what will happen. കുറേ റിസ്കി ആയിട്ടുള്ള സംഭവങ്ങളാണ് കേരളത്തിൽ പ്രത്യേകിച്ചു. അതുകൊണ്ട് ഐ ഡോണ്ട് ഡൂ ദാറ്റ്. ഞാനും ഐ ഡോണ്ട് കമ്മ്യൂണിക്കേറ്റ് ടു ആമി. ഇതിന് ശേഷം ആമി ഡോണ്ട് സെൻഡ് മീ എ മെസ്സേജ്. ഐ വിൽ നോട്ട് ഈവൻ കമ്മ്യൂണിക്കേറ്റ് ടു യു. ഞാൻ ആ ഒരു ഡിസിപ്ലിനുള്ള ഒരാളാണ്. അണ്ടർസ്റ്റുഡ്? ഇനി എന്നാ ഒരു ഇതുപോലെ മീറ്റ് ചെയ്യാൻ പറ്റുക? No, you come with a very specific question and then tell me I want to meet you for an hour. Schedule a program. I will be available at any point of time. My time is for somebody, either for you or somebody else. So it doesn't make in the continuous and okay. So I'll publish it. Okay, no? Okay, without fees. No, adakka maaran ende kuttiye. It's a beautiful face. I take it as a privilege having you on my platform like this. You should. അതൊക്കെ മാറണം. You should have that courage. You should have. പാകിസ്ഥാനിലെ ചെറിയ പിള്ളേരും ഉമ്മമാരും ഇരിക്കണം. എന്നിട്ടാ തനിക്ക് ബുർക്ക വെച്ചിട്ടിരിക്കുന്നതിന് പ്രശ്നം. അവർ ബുർക്ക വെച്ചിട്ടിരിക്കും. അല്ല, ആ ബുർക്ക വെച്ചിരിക്കുന്നവരെ അവർ മാറ്റും എനിക്ക് വേണ്ടിട്ട്. അറിയോ താൻ? It should be a courage. It should be a credit for you. You think that it's not credit for you? No, you think that it's not a credit meeting me and talking like this? Then fine. You should take it as a credit. Yeah, you should take it as a credit. മനസ്സിലായോ? ഒരിക്കലും ആ ഒരു ഫീലിംഗ് പാടില്ല. ഐ ആം ഏബിൾ ടു ടോക്ക്. സി, ഞാനൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം കൊച്ചിയിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഐ മീറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ. എം ജി രാധാകൃഷ്ണനെ കണ്ടിട്ടുണ്ട്, എം ജി ശ്രീകുമാറിനെ കണ്ടിട്ടുണ്ട്, എസ് ജാനകിയെ കണ്ടിട്ടുണ്ട്, തിലകനെ കണ്ടിട്ടുണ്ട്, മനോജ് കെ ജയനെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞു. ഉമ്മൻചാണ്ടി എൻ്റെ കൈ പിടിച്ച് നടന്നിട്ടുണ്ട്. എൻ്റെ കൈ പിടിച്ച് ഉമ്മൻചാണ്ടിയാണ്. ഒരുവിധം എല്ലാ പൊളിറ്റിക്കലോ സിനിമയോ ഏത് സംഭവങ്ങളിലും വി ടോക്ക് ടു ദം because we have a topic to talk to. Very rarely we see people who have a topic to talk. ചിലർ വരും, അവരുടെ ചോദ്യം മാത്രം ചോദിച്ചു പോകും. ആമി ഡിഡ് എ ബ്യൂട്ടിഫുൾ ജോബ്. അണ്ടർസ്റ്റുഡ്? അത് റെയറായിട്ട് ഉണ്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഐ എൻജോയ്. അതല്ലെങ്കിൽ ഞാൻ ഇത്രയും സമയം തരില്ല. വി ആർ ഓൾമോസ്റ്റ് an hour now. കാരണം ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷ ഗുരുകുലം എന്ന് പറയുന്ന എൻ്റെ എഡ്യൂക്കേഷൻ കൺസെപ്റ്റിനെ കുറിച്ച് 3 മണിക്ക് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള തിരുവനന്തപുരത്തുകാരൻ വെയിറ്റ് ചെയ്യുന്നത് 3 മണി വരെയാണ്. ജസ്റ്റ് ബിക്കോസ് ഹി ഹാസ് എ ടെക്നിക്കൽ പ്രോബ്ലം, he said I will solve it and call you. 2 minutes after that he had sent a message, I am ready. But I said you are 2 minutes late. I am on another call. I will call you after I finish it. അതിനിടയിൽ ഇതൊക്കെ മെസ്സേജ് ചെയ്ത് വിട്ടു ഞാൻ. മനസ്സിലായി? So I am seeing all that. So many missed calls. ആ മെസ്സേജ് ഞാൻ I just said because you are late, I am on another call. As soon as I finish, I will do that. എനിക്ക് ഗൂഗിൾ മീറ്റിൽ ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ വന്നു. അപ്പൊ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതായിരുന്നു ആ പ്രശ്നം. ഇപ്പൊ അത് സോൾവ് ആയി. സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്റെ പേര് ഗോപകുമാർ എന്നാണ്. ഉണ്ടോ? So he had sent me a audio message. He is still waiting. I don't care because everyone is important for me. മനസ്സിലായോ? So you should feel that it's great that we are able to talk. We'll meet in Hyderabad. Inshallah. ഞാൻ വരും. അടുത്ത എടപ്പാളിൽ വരാനുള്ളൊരു ഇൻവിറ്റേഷൻ ഉണ്ട്. വടകരയിലൊരു ഇൻവിറ്റേഷൻ ഉണ്ട്. അനദർ വൺ ഈസ് ദർ ഇൻ കൊല്ലത്തെവിടെയുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഐ ഹവ് നോട്ട് ഷെഡ്യൂൾഡ് മൈ
travel. So next schedule I will keep traveling. Okay. Think we'll see, meet somewhere, cross somewhere. കൊല്ലം എന്നല്ലേ പറഞ്ഞ സ്ഥലം? കൊല്ലം ഓച്ചിറ. Why is it called കൊല്ലം? No. അടുത്ത കൊല്ലം കാണാം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? Next year. Why കൊല്ലം is used for year and കൊല്ലം? The place name and the year is a synonym. Why? കൊല്ലം എന്നല്ല, കൊല്ലവർഷം എന്നാണ് പറയുക. കൊല്ലവർഷം എന്ന് പറയുന്നത് കൊല്ലത്ത് വെച്ച് ശങ്കരാചാര്യർ നടന്ന മീറ്റിംഗിലാണ് മലയാള വർഷം തുടങ്ങിയത്. നിങ്ങളുടെ ഹിജ്റ ഇയർ എന്നൊക്കെ പറയുന്ന പോലെ മലയാള വർഷം തുടങ്ങിയത് കൊല്ലത്ത് വെച്ചാണ്. അതുകൊണ്ടാണ് കൊല്ലവർഷം എന്ന് പേര്. യു ഹാവ് ടു ലേൺ ദ ഹിസ്റ്ററി ഓഫ് ഈച്ച് പ്ലേസ്. അറ്റ്ലീസ്റ്റ് യുവർ പ്ലേസ് യു ഷുഡ് നോ. ഓക്കെ, ബൈ ബൈ. ഇൻഷാ അല്ലാ, മാഷാ അല്ലാ, വിൽ മീറ്റ്.